ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മളെ ട്രിപ്പിൻ്റെ ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ രണ്ടാമത്തെ ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ രംഗൻതിട്ട് ബേർഡ് സാങ്ച്വറി. എന്തിനാന്നല്ലേ? പക്ഷികളെ, വ്യത്യസ്തമാർന്ന പക്ഷികളെ നിരീക്ഷിക്കാൻ. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും പിടിച്ച് നിലത്തിരുത്തിയിട്ട് ഒരു കാർഡ് തന്നു. ആ കാർഡിലാണെങ്കിൽ ഒരു പക്ഷീൻ്റെ ഫോട്ടോ. എനിക്ക് കിട്ടിയത് ബുൾബുൾ. എന്നിട്ട് നമ്മൾ എല്ലാവരുടെ മുന്നിൽ പോയിട്ട് ആ പക്ഷീനെ പറ്റിയിട്ട് പറയണം. ഒപ്പം അതിൻ്റെ സൗണ്ട് കൂടി മിമിക് ചെയ്ത് കാണിച്ചു കൊടുക്കണം പോലും. നമുക്കറിയണ്ടോ ഈ മിമിക്രിയൊക്കെ? നമ്മളൊന്നും കേൾപ്പിച്ചു കൊടുത്തില്ല. ആ കാർഡിൽ തന്നെ ആ പക്ഷീനെ പറ്റിയുള്ള സകല വിവരങ്ങളും ഉണ്ടായിരുന്നു. നമ്മളത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലിട്ട് ഇംഗ്ലീഷിലാക്കി പോയി പറഞ്ഞു കൊടുത്തിട്ട് സംഭവം നിർത്തി. ശേഷം നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായി തിരിച്ച് ഒരു ബൈനോക്കുലറും തന്ന് വിട്ടിരുന്നു സകല പക്ഷികളെ നിരീക്ഷിക്കാൻ. പക്ഷി നിരീക്ഷണം ഒഴികെ ബാക്കി എല്ലാ നിരീക്ഷണവും നമ്മൾ നടത്തി. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തൊട്ട് നമ്മളെ PhD സ്കോളറായ വിനോദനും ഭയങ്കര ആഗ്രഹം എൻ്റെ വീഡിയോയിൽ വരണമെന്ന്. അപ്പോൾ പുള്ളീനെ പിടിച്ച് ഞാൻ അങ്ങ് വീഡിയോയിലിട്ടു. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് 2025 തന്നെ ബെസ്റ്റ് വുമൺ സയൻറ്റിസ്റ്റ് അവാർഡ് കിട്ടിയ നമ്മളെ സ്വന്തം ദിവ്യ മാമിനെയാണ്. പക്ഷി നിരീക്ഷണം എല്ലാം നിർത്തി ഇങ്ങ് വാ മോളെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ജാടയിട്ട് നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ അവിടെ കണ്ടത്. ശേഷം നമ്മൾ ബസ്സിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി. ആസ് യൂഷ്വൽ ഭക്ഷണം കണ്ടപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല, ഞാൻ മറന്നുപോയി. പിന്നെ പാത്രം കഴുകുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ട്രിപ്പിൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.